കുടുംബവിളക്ക് നായിക മീര വാസുദേവ് വിവാഹിതയായി. കുടുംബവിളക്കിന്റെ തന്നെ ക്യാമറാമാനാണ് വരൻ. സിനിമ ടെലിവിഷൻ ക്യാമറാമാനാണ് വിപിൻ പുതിയംഗം. ഇത് മീരയുടെ 3ാം വിവാഹമാണ്. 2005 മുതൽ 2010 വരെ വിശാൽ അഗർവാൾ ആയിരുന്നു ഭർത്താവ്. 2012 ജോൺ കോക്കനെ കല്യാണം കഴിച്ചു. 2016 ഇവർ വേർപിരിഞ്ഞു. 2ാം വിവാഹത്തിൽ ഒരു മകനുണ്ട്. അരിഹ ജോൺ എന്നാണ് പേര്. മീരയും വിപിനും ചേർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരമറിയിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിയാണ് വിപിൻ. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹ ചിത്രങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് മീര വാസുദേവ് കുറിച്ചതിങ്ങനെ: ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി. ഞാൻ മീര വാസുദേവും വിപിൻ പുതിയംഗവും 21/4/2024 കോയമ്പത്തൂർ വെച്ച് ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്ത് വിവാഹിതരായി. 2019 മെയ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. വിപിൻ ഒരു രാജ്യാന്തര അവാർഡ് ജേതാവാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. ഒടുവിൽ ആ പ്രണയം വിവാഹത്തിലെത്തി. ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും 2-3 ഉറ്റ സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തുള്ളൂ. എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ അഭ്യുദയകാംക്ഷികളോടും എൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു. എൻ്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 42-കാരിയായ മീര ഇതിനു മുമ്പുള്ള വിവാഹങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിങ്ങനെ: ഓർക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്കെൻ്റെ വിവാഹങ്ങൾ. പക്ഷെ ഒന്നു മാത്രം പറയാം, വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാർ. ആദ്യ ഭർത്താവിൽ നിന്നും ശാരീരികമായും മാനസികമായും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവന് തന്നെ ഭീഷണിയായപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ വരെ തേടിയിട്ടുണ്ട്. 2012 2ാമത് വിവാഹിതയായി. പക്ഷേ മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ആ ബന്ധവും വേർപിരിഞ്ഞു. ബ്ലെസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഭാര്യയെ എത്തിയ മീര വാസുദേവിനെ നമുക്ക് മറക്കാനാവില്ല. പിന്നീട് ഒരുപിടി നല്ല ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ശേഷം മിനി സ്ക്രീനിലൂടെ അഭിനയ രംഗത്ത് തിരിച്ചെത്തുകയും ചെയ്തു.